നോട്ടൺ തിയറം ഉപയോഗിച്ച് ഓമിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പരിപാടി. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിനകത്ത് ഓമിന് അക്രോസ് ഉള്ള ത്രൂ ദ കറണ്ട് കാണാനാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓം എടുത്ത് കളയുക. ഓം എടുത്ത് കളഞ്ഞ് അവിടെ ഷോർട്ട് ചെയ്തു. അടുത്തതായിട്ട് സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ചാണ് IN കണ്ടുപിടിക്കുന്നത്. IN ഡാഷ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. 3 വോൾട്ടേജ് സോഴ്സ് മാത്രമേ അവിടെ നെറ്റുള്ളൂ. 5ഉം 4ഉം നമ്മൾ ഷോർട്ട് ചെയ്ത് കളഞ്ഞു. 4ഉം 2ഉം പാരലലാണ്. അപ്പോൾ 4 ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ഗുണം 2 ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ആണ് 8/6 4/3. 4/3 ഓം എന്ന് പറയുന്നത് 4 ഓമിന് സീരീസ് ആണ്. കൂട്ടിയാൽ 4 പ്ലസ് 4/3 16/3. ഈ ഭാഗം ഈ റെസിസ്റ്റൻസ് മാത്രമായി. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ V/R ഓംസ് ലോ പ്രകാരം 3 ഡിവൈഡ് ബൈ 16 16/3. അപ്പോൾ 3 ഡിവൈഡ് ബൈ 16/3 എന്ന് പറഞ്ഞാൽ 3 മുകളിലോട്ട് പോയാൽ 9/16. അടുത്തത് IN കാണണമെങ്കിൽ ഇവിടം വരെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ 9/16 വന്നിട്ടുള്ളൂ. ഈ 4 ഓമിലൂടെ മാത്രം. അപ്പോൾ ബാക്കിയുള്ള കാണാൻ വേണ്ടിയിട്ട് ഈ 9/16 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ആണ്. 4 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. ഇത് 2ഉം 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ അതുകൊണ്ട് 3നെ ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ആവുന്ന സമയത്ത് 3/8 കിട്ടും. സോ 3 വോൾട്ടേജ് സോഴ്സ് മാത്രം ഉണ്ടാവുന്ന കറണ്ട് സമയത്ത് 3/8 ആംപിയറും എയിൽ നിന്ന് ബിയിലേക്കുമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം അടുത്തത് 5 വോൾട്ട് മാത്രമാണ്, 5 വോൾട്ടിൻ്റെ ബാറ്ററി മാത്രമാണ് റിട്ടേൺ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ നോക്കിയാലാണ് കാണാൻ കഴിയും 5 വോൾട്ട് സാധാരണഗതിയിൽ പോസിറ്റീവ് മുകളിലാണ് ഉണ്ടാവുക, അത് പോസിറ്റീവ് താഴെയാണ്. അത് CU ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ B to A ആണ് എടുക്കുന്നത്. നെഗറ്റീവ് ആൻസർ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. സോ എന്താ പറയുക, ഇവിടെയാണെങ്കിൽ ഈ 4 ഓമും ഈ 2 ഓമും പാരലലാണ്. അപ്പോൾ 4 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 4 പ്ലസ് 2 8/6, അതായത് 4/3 വരും. ഈ 4/3 എന്ന് പറയുന്ന സർക്യൂട്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മാതിരിയായി മാറും. അപ്പം 5 വോൾട്ട് ഉണ്ട്, 4 ഓം ഉണ്ട്, അതിന് സീരീസ് ആയിട്ട് ബാക്കി ആരുമില്ല. ഈ 2 ഭാഗവും നമ്മൾ എന്ത് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഈ ഭാഗത്തിന് DCക്ക് 2 സൈഡും, വലത്തെ സൈഡും ഇടത്ത് സൈഡും റെഡ്യൂസ് ചെയ്തിട്ട് ഈ രീതിയിലാക്കി മാറ്റി. അപ്പം 4 പ്ലസ് 4/3 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ഓംസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4 പ്ലസ് 4/3 എന്ന് പറഞ്ഞാൽ 16/3 വരും. 5 ഡിവൈഡഡ് ബൈ 16/3 എന്ന് പറഞ്ഞാൽ ബാറ്ററി കറണ്ട് ഫ്രം 5 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കിട്ടും. അതായത് 3 മുകളിലോട്ട് പോയാൽ 15/16 ആവും. ഈ 15/16 എന്ന് പറയുന്ന കറണ്ട് 4ലൂടെയും ഇങ്ങനെ ഡിയിൽ നിന്ന് തുടങ്ങിയിട്ട് 4ലൂടെ കടന്ന് 5 വോൾട്ടിൽ വന്ന്, അല്ലെങ്കിൽ 5 വോൾട്ടേജിൽ നിന്ന് തുടങ്ങി, ബാറ്ററി ഇതാണല്ലോ, ബാറ്ററിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലും സിയിലേക്ക് ഇങ്ങോട്ട് താഴോട്ടാണ് കറണ്ട് വരിക. അതുകൊണ്ടാണ് ഞാൻ ഈ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് B to A ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് 2 പാരലൽ പാത്തിലേക്ക്, അതായത് 4ലേക്കും 2ലേക്കുമായിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് വേണ്ടത് 2 ഓമിലൂടെയുള്ള കറണ്ടാണ് ഈ IN ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്, 2 ഡാഷ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും 15/16 ഗുണം 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 6 വരും. 15 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1/6 തെറ്റല്ലേ? 15 ഡിവൈഡഡ് ബൈ 1/6 ആണ് ഇട്ടിട്ടുള്ളത് അല്ലേ? 1/6 ഇടാനുള്ള കാരണം 4 കൊണ്ട് 4നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ടാണ്, 16നെ ഡിവൈഡ് ചെയ്തത് കൊണ്ടാണ് എന്തിട്ടിരിക്കാനുള്ള കാരണം. 15 ഡിവൈഡഡ് ബൈ
എ മീൻസ് ആദ്യം 15/4, അപ്പോൾ ആ 1/6 ഉണ്ടാവും. അപ്പോൾ 6നെയും 15നെയും പിന്നെയും ചെറുതാക്കിയാൽ എന്ത് വരും? പിന്നെ 3 താഴെയും വരും. 3 താഴെ 3 അല്ല 2, മുകളിൽ 5 വരും. 4 ഗുണം 2 8 5/8 ആംബിയർ ആണ്. പക്ഷെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഫ്രം എ ടു ബി ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി 4 വോൾട്ടേജ് സോഴ്സ് മാത്രം ആവുമ്പോഴും ഇതുപോലെ തന്നെ ഈ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. കാരണം നെഗറ്റീവ് സൈഡാണ് എയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ഇങ്ങനെ വരികയുള്ളൂ. IN" എന്ന് പറയുന്നത് ഇത് രണ്ടും പാരലൽ അറിയാലോ. അപ്പം 4 × 4 എത്രയായി? 16 ÷ 4 + 4 8. അപ്പോൾ 16/8 എന്ന് പറഞ്ഞാൽ 2 ഓമാണ് എന്ത് ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. 2 ഓമാണ് ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ പിന്നെ എന്തിന് സീരീസ് ആണ്? 2 ഓമിന് സീരീസ് ആണ്. അപ്പോൾ വരുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ആര് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ? നമ്മുടെ 4 വോൾട്ട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ ഇതും IN ആണ്. നോക്കുക കേട്ടോ. അതായത് ഈ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഭാഗമെല്ലാം എന്താണ് പറയുക, ഈ ഭാഗമെല്ലാം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 2ഉം 2ഉം 4, 2ഉം 2ഉം 4. ഇത് അറിഞ്ഞാൽ മാത്രമേ 2 + 2 4 ഓംസ് ലോ പ്രകാരം V/R ചെയ്യുകയാണെങ്കിൽ V/4/4 ചെയ്താൽ എത്രയായി? 1 ആംബിയർ. ദാറ്റ് ഈസ് ഫ്രം B to A ആണ് താനും. ഇനി സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഉള്ള ഒരേ ഒരു വാല്യൂ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഏതാണത്? 3/8. പിന്നെ കിട്ടിയ മൈനസ് ആണ് 5/8. അതേപോലെ തന്നെ പിന്നെ ഉള്ള എന്താണ് പറയുക, -1 നേരത്തെ ഇപ്പം കിട്ടിയ കറണ്ടും മൈനസ് ആണ്. അപ്പം മൂന്ന് വാല്യൂ നമുക്ക് മൈനസ് ആയിട്ടാണ് ഉണ്ടാവുക. 3/8 പോസിറ്റീവ് ആണ്. പക്ഷേ അത് ആദ്യം ഉണ്ടായിരുന്ന ഡയറക്ഷന് അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണോ നമുക്കൊന്ന് നോക്കാം. അതേപോലെ തന്നെയാണോ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സർക്യൂട്ട്. ഈ ആദ്യത്തെ സർക്യൂട്ടിൽ എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട്. രണ്ടാമത്തെ സർക്യൂട്ടിലും എയിൽ നിന്ന് ബിയിലേക്കാണ്. അതാണ് 3/8 എന്ന് പറയുന്ന സാധനം പോസിറ്റീവായിട്ട് എടുത്തത്. പിന്നെ വരുന്നത് 2 എണ്ണവും മൈനസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ആയിട്ട് എടുത്തത്. 2ഉം മൈനസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ആയിട്ട് എടുക്കേണ്ടി വന്നത്. സോ അതെല്ലാം ക്രിയ ചെയ്താൽ -5/4 വരിക. അതായത് 3 8 2ഉം കോമൺ ആണല്ലോ. 3ൽ നിന്ന് 5 പോയാവില്ലല്ലോ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് ചിഹ്നം വലുതിൻ്റെ ഇടയാണ് ചെയ്തിട്ടുള്ളത്. -2/8. പിന്നെ -1 അവിടെ ഉള്ളത്. പക്ഷേ 2ഉം മൈനസ് ആവുമ്പോൾ 8ഉം ഇവിടെ 8ഉം വരികയാണ്. 8ഉം 2ഉം 10 - 10 ചെറുതാക്കി 5/4. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഏതെന്ന് പറയുന്നത്? IN എന്ന് പറയുന്നത്, നോർട്ടൺ ഈക്വലൻ്റ് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മൈനസ് ആയതുകൊണ്ട് തന്നെ ബിയിൽ നിന്ന് എയിലേക്കാണ്. നമ്മൾ ആദ്യം കാണിച്ച സർക്യൂട്ട്, അതായത് നമ്മൾ ആദ്യം എയിൽ നിന്ന് ബിയിലേക്കാണ് IN കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടിയത് വാല്യൂ മൈനസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം IN എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കാണ് ഒഴുകാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഈക്വലൻ്റ് വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കണം. ഈക്വലൻ്റ് വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇത് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് RN കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. RN കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് സോഴ്സുകളൊക്കെ ഷോർട്ട് ചെയ്ത് കളഞ്ഞു. 3ഉം 5ഉം 4ഉം എല്ലാം ഷോർട്ട് ചെയ്തു. 4ഉം 4ഉം പാരലലാണ്. അതുകൊണ്ട് തന്നെ 8 ഓം ആണ് വരിക. 4 × 4 + 4 × 4 ദാറ്റ് ഈസ് 8 ഓം ആണ് വരിക. 2 ഓം ആണ് വരിക. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 + 2 8 ഓം ആണ്. 8 ഓം ആണ് വരുന്നത്.
അപ്പോൾ പാരലൽ ആകുമ്പോഴുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ഓമും പിന്നെ 2+2 കൂടെ ചേരുമ്പോൾ 4 ഓമുമാണ്. 4 ഓമാണ് നമ്മൾ RN ആയിട്ട് എടുക്കുന്നത്. അതായത് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് എ ബിയിലൂടെ നോക്കുമ്പോൾ 4 ഓമാണ്. ന്യൂട്ടൺ ഈക്വലൻ്റ് വരച്ചു. 5/4 ആംപിയർ ആണ് കിട്ടിയത്. മൈനസ് ആയതുകൊണ്ടാണ് മുകളിലോട്ട് ആരോ കാണിക്കാതെ താഴോട്ട് ആരോ കാണിച്ചിരിക്കുന്നത്. ഇനി എ ടു ബി ലോ ടെർമിനൽ കാണിക്കുമ്പോൾ ബിയിൽ നിന്ന് എയിലേക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ 6 ഓമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 5/4 ഇൻറ്റു കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുമ്പോൾ 6ലൂടെയുള്ള കറണ്ട് അല്ലേ, അതുകൊണ്ട് ഇൻറ്റു 4 ഡിവൈഡ് ബൈ 6+4 10 ആവും. അപ്പോൾ 5/4 ഇൻറ്റു 1/10 4/10 അതിന് 1/10 ആവും. കാരണം 4 വെട്ടിപ്പോയ ദാറ്റ് ഈസ് 0.5 ആംപിയർ ആണ് കറണ്ട് ഫ്ലോയിങ് ത്രൂ 6 ഓം റെസിസ്റ്റൻസ്. ലോഡ് റെസിസ്റ്റൻസ് current flow through 6 ohm load resistor is 0.5 from B to A ആണ്. Thank you for watching this video.